ഹായ് ഹലോ എവ്രി വൺ വെൽക്കം ബാക്ക് ടു മിൻഹ ഷെറിങ്സ് യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നൊരു ടൂർ ഫാമിലി ട്രിപ്പ് വ്ളോഗാണ്. അപ്പോൾ ഇത് ഇന്ന് പറയുമ്പോൾ ഒരു 1 വീക്കൊക്കെ കഴിഞ്ഞ് ഈ ഒരു വ്ളോഗ് എടുത്തിട്ട് എൻ്റെ ഗാലറിയിൽ ഇതിങ്ങനെ കിടക്കൽ തുടങ്ങിയിട്ട് ഇപ്പോൾ ഒരു 1 വീക്കൊക്കെ കഴിഞ്ഞിട്ട്. പക്ഷേ എനിക്ക് ഈ ഒരു വോയിസ് ഓവർ എടുക്കാനുള്ള മടി കൊണ്ട് മാത്രമാണ് ഞാൻ അതിങ്ങനെ നീണ്ട് അപ്ലോഡ് ചെയ്യാൻ ഇത്രയും ലേറ്റായി പോയത്. അപ്പോൾ ഇനിയും ഇത് ഞാൻ അപ്ലോഡ് ആക്കിയില്ലെങ്കിൽ എനിക്ക് നാളെ ഓണം എക്സാം സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ടേ കാര്യം അത് അപ്ലോഡ് ചെയ്യലുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് ഇന്ന് തന്നെ ഇത് അപ്ലോഡ് ആക്കാമെന്ന് വിചാരിച്ചാണ് ഞാൻ ഇന്ന് വോയിസ് ഓവർ കൊടുക്കുകയാണ്. അപ്പോൾ എന്തായാലും ഇത് ഞങ്ങളെല്ലാവരും ഒരു കുടുംബം പോലെ തന്നെയാണ്. എൻ്റെ പപ്പ ദുബായിൽ വർക്ക് ചെയ്തിരുന്ന ആ ഒരു ടൈം മുതലേ എൻ്റെ പാപ്പാൻ്റെ കൂടെ ഉണ്ടായിരുന്ന കുറേ ഫ്രണ്ട്സാണ്. ഞാൻ പാപ്പ നിൽക്കുന്നത് എൻ്റെ മൂത്താപ്പാനെയാണ്. അപ്പോൾ ഇതിൽ കുറേ ആൾക്കാർ കോഴിക്കോടാണ്. ഞങ്ങൾ മൊത്തമായിട്ടൊരു 15 ഫാമിലിയായിട്ട് ഉണ്ടായിരുന്നു. അപ്പോൾ അവർ കൂടുതലും കോഴിക്കോടാണ്, പിന്നെ ഇവിടെ തിരൂരും ഒക്കെ ഉണ്ട്. അപ്പം ഞങ്ങളെല്ലാവരും കൂടി ഞങ്ങളിപ്പോൾ ഇത് 3ാമത്തെ കൊല്ലമാണ് ട്രിപ്പ് പോണത്. കഴിഞ്ഞ കൊല്ലം ഇതിന് മുമ്പത്തെ കൊല്ലം വയനാട്ടിൽ തന്നെ പോയത്. പക്ഷേ റിസോർട്ട് വ്യത്യാസം ഉണ്ടാവും. പിന്നെ അവിടെ പോയി കഴിഞ്ഞാൽ കുറേ ഗെയിംസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പിന്നെ ഗെയിംസിലൊക്കെ ജയിച്ച ആൾക്കാർക്ക് സമ്മാനമൊക്കെ ഉണ്ടാവും. അപ്പോൾ പിന്നെ കുറച്ച് ഞങ്ങൾ അവിടെ എത്തിയപ്പോൾ നല്ല മഴയൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ നല്ല ബ്ലോക്കും ഉണ്ടായിരുന്നു കേട്ടോ. കുറേ നേരം ഞങ്ങൾ അവിടെ നിൽക്കേണ്ടി ഒരു 1.5 മണിക്കൂർ അവിടെ നിൽക്കേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. കുറേ നേരം നല്ല ജിംബ്രോക്ക് ഭ്രാന്ത് പിടിച്ച് തുടങ്ങിയിരുന്നു. അപ്പോൾ അത് നല്ല കോട ഉണ്ടായിരുന്നു കേട്ടോ. നല്ല മഴ ഉണ്ടായിരുന്നു, കോട ഉണ്ടായിരുന്നു, നല്ല രസമുണ്ടായിരുന്നു. ട്രിപ്പ് അടിപൊളിയായിരുന്നു. പക്ഷേ എൻ്റെ താത്ത എൻ്റെ കുഞ്ഞാത്തി ഫറാത്താത്തി ആരും ഇല്ലായിരുന്നു. അപ്പോൾ അതുകൊണ്ടൊക്കെ ചെറിയൊരു ബോറടി ഉണ്ടായിരുന്നു. പിന്നെ അവിടെ പോയപ്പോൾ എല്ലാവരും അങ്ങനെ കമ്മിയായപ്പോൾ പിന്നെ സെറ്റായി. പിന്നെ ഞാൻ അവിടെ കയറിയിട്ടുള്ള ആ റിസോർട്ടിൻ്റെ വീഡിയോ ഒക്കെ എടുത്തിരുന്നു. പക്ഷേ അതൊക്കെ എൻ്റെ കയ്യിൽ നിന്ന് പോയിക്കുള്ളത് ഗാലറിയിൽ ഇപ്പോൾ കാണുന്നില്ല. അപ്പോൾ രാത്രിയൊക്കെ ആയപ്പോൾ കുറേ ഗെയിംസൊക്കെ ഉണ്ടായിരുന്നു. ഇതൊരു നമ്മൾ പേപ്പർ ഗ്ലാസ് വെച്ചിട്ട് അതിന് മേലെ പന്ത് വെക്കും. എന്നിട്ട് അത് ഇങ്ങനെ കൈ കൊണ്ട് മറിച്ചുകൊണ്ട് ആ ഒരു പേപ്പർ ഗ്ലാസിൻ്റെ ഉള്ളിൽ ഇടണം. അങ്ങനെ ഒരു ഗെയിമായിരുന്നു. ഇത് എല്ലാവരും ഉണ്ടായിരുന്നു. പക്ഷേ ഞാൻ അതിൽ പങ്കെടുത്തിട്ടിരുന്നു. ഞാൻ ആകെ 1-2 ഗെയിമിൽ പങ്കെടുത്തിട്ടുള്ളൂ. അതാണെന്നുണ്ട് ഈ വീഡിയോയിലില്ല. അപ്പോൾ കുറേ ഗെയിംസൊക്കെ ഉണ്ടായിരുന്നു. നല്ല രസമായിരുന്നു. ഈ ഗെയിമിലൊക്കെ എൻ്റെ അമ്മയൊക്കെ നിന്നിരുന്നു. പിന്നെ ഇത് കുട്ടികൾക്കുള്ളൊരു ഗെയിമായിരുന്നു. ഇതിൽ ഒരു പാത്രം വെക്കും. എന്നിട്ട് അതിക്ക് പന്ത് ഇടണം. ഏറ്റവും കൂടുതൽ പന്തിട്ടാൽ ജയിക്കും. പിന്നെ കുറച്ച് ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടി പോയി. ഫുഡ് കഴിക്കാൻ വേണ്ടിയിരുന്നത് ചപ്പാത്തി ഉണ്ടായിരുന്നു.